നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ഒരു കാര്യമാണ് ബി ക്രിയേറ്റീവ്. എസ്പെഷ്യലി ഗ്രാഫിക് ഡിസൈനേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ്, ഇവരൊക്കെ ഹയർ ചെയ്യാൻ വേണ്ടി കമ്പനി യൂസ് ചെയ്യുന്ന ഒരു ക്യാപ്ഷനാണ് വി ആർ ലുക്കിംഗ് ഫോർ ക്രിയേറ്റീവ്. ശരിക്കും ഇവർ മാത്രമാണോ ക്രിയേറ്റീവ് ഹെഡ്സ്? നമ്മൾ എന്താ ക്രിയേറ്റീവ് അല്ലേ? വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി? ഇത് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാം. സോ ഒരുപാട് പറഞ്ഞ സമയം കളയുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് നോക്കാം വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി, എന്താണ് സർഗാത്മകത. സർഗാത്മകത ഇത് തന്നെ. ക്രിയേറ്റിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ബ്രിങ് ന്യൂ ഐഡിയാസ് ആൻഡ് ഇമാജിനേഷൻസ് ടു റിയാലിറ്റി, അല്ലെങ്കിൽ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ഓർ പ്രോബ്ലം സോൾവിങ്. ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റിയുടെ ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷൻസ്. രണ്ട് റിലേറ്റബിൾ അല്ലാത്ത കാര്യങ്ങളെ റിലേറ്റബിൾ ചെയ്ത് ഒരു ലോജിക്കൽ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതിനെയും ക്രിയേറ്റിവിറ്റി എന്ന് പറയാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈഫ് ഈസ് ലൈക്ക് എ ക്യാമറ. ലൈഫും ക്യാമറയും രണ്ടും യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ അവയെ രണ്ടും കോർത്തിണക്കി ഒരു സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ലൈഫ് ഈസ് ലൈക്ക് എ ക്യാമറ. ലൈഫ് ഈസ് ലൈക്ക് എ ക്യാമറ. ഇത് എന്തുകൊണ്ടാണ് ലോജിക്കലി കറക്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആണെന്ന് പറയാൻ കാര്യം ഈ പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യു ഫോക്കസ് ഓൺ വാട്ട് ഇമ്പോർട്ടന്റ്. ലൈഫും ക്യാമറയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കുക. ക്യാപ്ചർ ഗുഡ് മൊമെന്റ്സ്. നല്ല മൊമെന്റ്സ് മാത്രം ജീവിതത്തിൽ എടുക്കുക. ഡെവലപ്പ് ഫ്രം നെഗറ്റീവ്സ്. നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇഫ് തിങ്സ് ഡോണ്ട് വർക്ക് ഔട്ട്, ടേക്ക് അനദർ ഷോട്ട്. നിങ്ങൾ ഒരു കാര്യം വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഇതുകൊണ്ടാണ് ഈ സെന്റൻസ് ലോജിക്കലും ആസ് വെൽ ആസ് ക്രിയേറ്റീവ് ആണെന്നും പറയുന്നത്. ഇനി ക്രിയേറ്റിവിറ്റിക്ക് പിന്നിലുള്ള കുറച്ച് സയൻസ് നോക്കാം. റോബർട്ട് ജെ സ്റ്റേൺബർഗ് അദ്ദേഹത്തിന്റെ ഹാൻഡ് ബുക്ക് ഫോർ ക്രിയേറ്റിവിറ്റിയിൽ പറയുന്നത് ഇറ്റ് വുഡ് സീം ദാറ്റ് ക്രിയേറ്റിവിറ്റി പ്രൊഡക്ഷൻസ് നോവൽ കോമ്പിനേഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് മെന്റൽ എലമെന്റ്സ്. അതായത് ബ്രെയിനിൽ നിലനിൽക്കുന്ന മെമ്മറീസിനെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ പറഞ്ഞ ലൈഫ് ഈസ് ലൈക്ക് എ ക്യാമറ പോലെ. ആർ കെ സോയർ ആൻഡ് ഡെന ഹെൻഡ്രിക്സന്റെ എക്സ്പ്ലെയിനിങ് ക്രിയേറ്റിവിറ്റിയിൽ പറയുന്നത് ക്രിയേറ്റിവിറ്റി ഒരു ഇൻഹറന്റ് സ്കില്ലോ ഇൻബോൺ സ്കില്ലോ അല്ല, മറിച്ച് അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ്. അതുപോലെ ബ്രെയിനിന്റെ ഒരു പ്രത്യേക ഭാഗം കേന്ദ്രീകരിച്ചല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്ലാനിംഗിൽ നടത്തുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സും ലെഫ്റ്റ് റൈറ്റ് ഹെമിസ്ഫിയറും ആൻഡ് ഹിപ്പോ ക്യാമ്പസ് എന്നീ പാർട്സിന്റെ ഒരുമിച്ചുള്ള പ്രവർത്തനം കാരണമാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. DMN മോഡ്, ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഈ ഒരു മോഡിലാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ, റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബോറായിട്ടിരിക്കുമ്പോൾ, മൈൻഡിനെ വാണ്ടർ ചെയ്യാൻ വിടുമ്പോൾ, ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഐഡിയാസ് നിങ്ങളുടെ തലച്ചോറിൽ വരുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങളെ ബോറടിക്കാൻ വിടുക. ബോറടിക്കുന്നത് ഒരു മോശം കാര്യമല്ല എന്ന് പറഞ്ഞ് ഓവർ തിങ്ക് ചെയ്യാനും പാടില്ല. ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട മിത്തുകൾ നോക്കാം. ക്രിയേറ്റിവിറ്റി ഈസ് ഓൺലി ഫോർ ടാലന്റഡ് പീപ്പിൾ. പലരും പറയുന്നത് ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ് അതുപോലുള്ളവർക്ക് മാത്രമാണ് ക്രിയേറ്റിവിറ്റി ഉള്ളതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മളെല്ലാവരും നമ്മുടേതായ രീതിയിൽ ക്രിയേറ്റീവ് ആണ്. ചിലർക്ക് വരയ്ക്കാമെന്നല്ലായിരിക്കും ക്രിയേറ്റിവിറ്റി ഉള്ളത്, മറ്റു ചിലർക്ക് ടെക് പരമായിട്ടുള്ള കാര്യങ്ങൾക്കുമായിരിക്കും ക്രിയേറ്റിവിറ്റി ഉള്ളത്. അതുകൊണ്ട് ആരും എനിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളതിന് വേണ്ടത്ര അറ്റൻഷൻ കൊടുത്ത് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. മറ്റൊരു മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഒരു ഇൻബോൺ ടാലന്റ് ആണെന്നാണ്. നിങ്ങൾ ജനിച്ചത് ക്രിയേറ്റീവ് ആയിട്ടാണോ അല്ലയോ എന്നതിൽ യാതൊരു പ്രാധാന്യവുമില്ല. നിങ്ങളുടെ സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി റിലേറ്റഡ് ടു ആർട്ട് മാത്രമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ സയൻസ്, ബിസിനസ്, ടെക്നോളജി അങ്ങനെ പല മേഖലകളിലും ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നുള്ളതാണ് സത്യം. മറ്റൊരു മിത്ത് ക്രിയേറ്റിവിറ്റി പെട്ടെന്നുണ്ടാവുന്ന ഒരു ഐഡിയ ആണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. തുടർച്ചയായിട്ടുള്ള ആലോചനകളുടെയും മിസ്റ്റേക്കിൽ നിന്നും പഠിച്ചെടുക്കുന്നതിന്റെയും വഴിയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നത്. പലപ്പോഴും ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത് ക്രിയേറ്റിവിറ്റി ടോട്ടലി ന്യൂ ഐഡിയ മാത്രമാണെന്നാണ്. 2007 ഐഫോൺ അവതരിപ്പിക്കുമ്പോൾ ഒരു ഫോണിൽ ആദ്യമായിട്ടാണ് ടച്ച് സ്ക്രീൻ വരുന്നത്. എന്നാൽ ഈ ടച്ച് സ്ക്രീനും മൊബൈൽ ഫോണും കണ്ടുപിടിച്ചത് സ്റ്റീവ് ജോബ്സ് അല്ല. അതിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് അതൊരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കുമ്പോൾ അവിടാണ് ക്രിയേറ്റിവിറ്റി ഉള്ളത്. ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറെ മിത്തുകളും റിയാലിറ്റികളും. എങ്ങനെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബുക്ക് വായിക്കുന്നത് വഴി, വീഡിയോ കാണുന്നത് വഴി, പുതിയ സബ്ജക്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് കൂട്ടുന്നത് വഴി ക്രിയേറ്റീവ് തിങ്കിങ് കൂട്ടാൻ സാധിക്കും. ഡ്രോയിങ്, റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ഡിസൈനിങ്, പ്രോബ്ലം സോൾവിംഗ് ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഷെയറിംഗ് ആൻഡ് ഡിസ്കസിംഗ് ഐഡിയാസ്. നിങ്ങളുടെ ഐഡിയയെ പറ്റി മറ്റൊരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവും ഈ കൊളാബറേഷൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡോണ്ട് ഫിയർ മേക്കിംഗ് മിസ്റ്റേക്സ്. ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഏർപ്പെടുമ്പോൾ അത് ക്രിയേറ്റീവായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്യും. ആ മിസ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. മിസ്റ്റേക്ക് വഴിയെ മാത്രമേ നിങ്ങൾക്ക് പുതിയ ഐഡിയാസും
ഇംപ്രൂവ്മെന്റും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് ഒബ്സർവേഷൻ നിങ്ങൾക്ക് പുതിയ ഐഡിയാസിന് ഇൻസ്പിറേഷൻസ് നൽകും. ആൾക്കാരെ വാച്ച് ചെയ്യുന്നത്, നേച്ചർ അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും ഇൻസ്പിറേഷൻസും ലഭിക്കുന്നതാണ്. സോ ക്രിയേറ്റിവിറ്റി പ്രാക്ടീസ് വഴിയും നോളജ് ഗെയിൻ ചെയ്യുന്ന വഴിയും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. അതിനുവേണ്ടി നിങ്ങൾ മെനക്കെടണം എന്ന് മാത്രം. സോ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഒരു വർക്കിലോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലോ നിങ്ങൾ ഏർപ്പെടുവാണെങ്കിൽ എനിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല, ക്രിയേറ്റീവ് ഐഡിയ ഇല്ല എന്ന് പറഞ്ഞ് മാറി നീക്കാതെ മാക്സിമം നോളജ് ഗെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മിസ്റ്റേക്സ് വരുത്തി അതിൽ നിന്നും ഒരു നല്ല ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.